ഹലോ എവ്രി വൺ, വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. അപ്പോൾ നമുക്കിന്ന് നല്ല അടിപൊളിയൊരു റൈസ് റെസിപ്പി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ റൈസ് റെസിപ്പി വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റൈസ് റെസിപ്പിയാണ്. നമ്മുടെ തമിഴ്നാട്ടുകാർക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി ചോറ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാനിന്ന് ടൊമാറ്റോ റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസും റെഡിയാണ്. അപ്പോൾ നമുക്ക് അരി നല്ലപോലെ വേവിച്ചെടുക്കണം. പിന്നെ പച്ചക്കറികളൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നല്ലെണ്ണയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ കടലെണ്ണയിലും നല്ലെണ്ണയിലും ഒക്കെയാണ് അവരുണ്ടാക്കുക. നമ്മൾ മലയാളികൾ അധികം വെളിച്ചെണ്ണയാണല്ലോ ഉപയോഗിക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുണ്ടാക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നല്ല പൊട്ടി വരുമ്പോൾ ഒരു കൈ ഫുള്ള് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നല്ല ഒന്ന് ഇതായി വരുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നല്ലപോലെ വഴറ്റി കൊടുക്കണം. തീ ഒന്ന് കുറച്ച് വെച്ചോളൂ, അപ്പോൾ പെട്ടെന്ന് കരിയില്ല. അപ്പോൾ നല്ല ഗോൾഡൻ കളർ ആവുന്നിടം വരെ നല്ല ഒന്ന് മുരിച്ചെടുക്കുക. ഇനി നമുക്കതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 സവോള എടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള സവോള എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് നല്ല പോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് സവോള വഴറ്റിയെടുക്കാം കേട്ടോ. സവോള നല്ല കളറ് മാറി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. അപ്പം നമുക്കതിലേക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുള്ള തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കിതും കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിലേക്ക് ഞാനൊരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് മാതള നാരങ്ങയുടെ അല്ലിയും കൂടി ഇട്ട് കൊടുക്കാം. അത് ഓപ്ഷണലാണ്, പക്ഷേ അതൊരു കളർഫുള്ളായിട്ട് ഇങ്ങനെ കിടക്കുകയും ചെയ്യും. പിന്നെ കുട്ടികൾക്കാവുമ്പോൾ നല്ല ഇഷ്ടമാവുകയും ചെയ്യും. കളർഫുള്ളായിട്ടുള്ള ഒരു ഇതാണല്ലോ. നമുക്ക് അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് എരിവിന് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ, പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ചെറുതീയിൽ വെച്ചിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. അപ്പോൾ എണ്ണ നല്ലപോലെ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം, ചെറുതായിട്ടൊരു ഗ്രേവി പോലെ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചോറിടുമ്പോൾ നമുക്ക് എല്ലാ ചോറിലേക്ക് ഈവനായിട്ട് മസാല മിക്സായി കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. മസാലയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ചാറൊക്കെ കറക്റ്റല്ലേ നോക്കിയതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കുക, ചോറ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 4 കപ്പോളം ചോറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ ടൊമാറ്റോ മസാല എല്ലായിടത്തേക്കും എത്തുന്നത് പോലെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന പോലെ പതിയെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിൽ നിങ്ങൾ ഉപ്പിൻ്റെ അളവൊക്കെ കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക.
അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു റൈസാണിത്. അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ളൊരു റൈസാണ്. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ചും കൂടി മാതള നാരങ്ങയുടെ സീഡ്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു കളർഫുള്ളായിട്ട് കിട്ടും. നല്ല കളർഫുള്ളായിട്ടുള്ള ടൊമാറ്റോ റൈസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിൽ ഇതൊക്കെ തന്നെയുള്ളൂ. ഇതിൽ നല്ലൊരു വിഭവമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും അവരവരുടെ വീട്ടിൽ സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ട് ജീവിക്കുക. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.